ഹലോ കൂട്ടുകാരെ, നമ്മുടെ തൊടിയിലും പറമ്പിലുമൊക്കെ കാണുന്ന വാഴക്കൂമ്പ്, കൊടപ്പൻ, വാഴച്ചുണ്ട് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരൈറ്റം. അതിൻ്റെ തോരൻ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാമേ. അതിന് വേണ്ടിയിട്ട് അത് തന്നെയും തോരൻ വയ്ക്കും, ചെറുപയർ ഇട്ട് തോരൻ വെക്കും, വൻപയറും ഇട്ട് തോരൻ വെക്കും. ഇന്ന് ഞാനിപ്പോൾ വൻപയറാണ് കുതിർക്കാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് തോരൻ ഉണ്ടാക്കാൻ എന്താ എളുപ്പമല്ലേന്ന് ഓർക്കും, പക്ഷേ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ആദ്യമായിട്ട് എല്ലാ കൂമ്പുകളും നമ്മൾ ഇതിന് തോരൻ എടുക്കുകയില്ല, കാരണം ചിലതിനെ കഴിക്കും. അപ്പം എടുക്കുന്ന തോരൻ വാഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാളയംകോടൻ വാഴ, അതുപോലെ തന്നെ കണ്ണൻ വാഴ എന്ന് പറയും, കണ്ണൻ, ആറ്റുകണ്ണൻ, അതുപോലെ ഏത്തവാഴ. ഇതിൻ്റെയൊക്കെ കൂമ്പ് ആണ് നമ്മൾ സാധാരണ തോരന് വേണ്ടിയിട്ട് എടുക്കുക. പിന്നെ അരിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ശകലം കയ്യിൽ എണ്ണ പുരട്ടുക, അതുപോലെ തന്നെ കത്തിയിലും എണ്ണ പുരട്ടിക്കോളുക. അപ്പം അല്ലെങ്കിൽ ഇതിന് കറ ഉണ്ടാവും, അതപ്പോൾ നമ്മുടെ കയ്യിൽ കറയായി കറുത്ത് കിടക്കും. പിന്നെ അരിഞ്ഞ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ നാര് പോലെ പൊങ്ങി നിൽക്കുന്നതുണ്ടോ, അത് അതിൻ്റെ പൂവിനുള്ളിലെ നാരാണ് കേട്ടോ. കൂമ്പിൻ്റെ ഉള്ളിലൊരു പൂവുണ്ട്, അതിൻ്റെ ഉള്ളിലെ നാരാണ്. അത് നമ്മുടെ ഉള്ളിൽ വയലിൽ ചെന്ന് കഴിഞ്ഞാൽ അത് ഡൈജസ്റ്റ് ചെയ്യാനുള്ള ഇതില്ല. അപ്പോൾ അത് ഇങ്ങനെ എടുത്ത് കളയാം. ഇങ്ങനെ അരിഞ്ഞ് വരുമ്പോൾ പൊങ്ങി നിൽക്കും, അതങ്ങ് എടുത്ത് അന്നേരം റിമൂവ് ചെയ്യാം. അരിഞ്ഞതിന് ശേഷം കുറച്ച് അല്പം എണ്ണയും കൂടെ കയ്യിലെടുത്ത് ഒന്ന് തിരുമ്മി ഇതുപോലെ വെക്കണം കേട്ടോ, അടച്ച് വെക്കാം കുറച്ച് നേരത്തിന്. കറയുണ്ടല്ലോ ഇതിന്, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒക്കെ ചെയ്യുന്നത്. അല്പം നേരം അടച്ചു വെച്ചേക്കാം. ഈ സമയം കൊണ്ട് നമ്മൾ വേവാൻ വെച്ചിരുന്ന വൻപയർ ആയിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. അടുത്ത് നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലത്തോരനുകളും നാടൻ തോരനുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ കടുക് വറുക്കുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് അരി അതിനകത്ത് ഇടുന്നത് നന്നായിരിക്കും, അതിൻ്റെ ഒരു ടേസ്റ്റ് കൂട്ടാൻ സഹായിക്കും. ശേഷം നമുക്ക് കടുക് വറുത്തിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൂമ്പ് അതിൽ ചേർത്ത് കൊടുക്കാം. നമ്മുടെ പാകത്തിനുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് അതും ചേർത്ത് അല്പം വെള്ളം കൂടെ ഒഴിച്ച് തളിച്ചാൽ മതി. ഒരല്പം വെള്ളം തളിച്ച് കൊടുത്ത് നമുക്ക് വേവാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കാം. അത് വേവുന്ന സമയം കൊണ്ട് അതിന് വേണ്ട അരപ്പ് നമുക്ക് ചേർക്കാം. അരപ്പെന്ന് പറയാൻ പറ്റില്ല, ചതച്ചെടുത്താൽ മതി. കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയും ജീരകം കൂടെ ഒന്ന് ചതച്ചെടുക്കാം. തേങ്ങ അതുപോലെ തന്നെ ഇട്ടാലും മതി, ഒന്ന് ഒതുക്കിയിട്ടാലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കൂമ്പ് ആവി കയറി വന്നിട്ടുണ്ട്. ഇതിനകത്തോടെ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ ചേർത്ത് കൊടുക്കാം. ചതച്ച് വെച്ചേക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും ജീരകം കൂടെ നമുക്ക് അതിനകത്തായിട്ട് ചേർത്ത് കൊടുക്കാം. ഒപ്പം തോരനാവശ്യമായിട്ടുള്ള തേങ്ങയും കൂടെ ചിരവിയിട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ശകലം നേരത്തേക്ക് മൂടി വയ്ക്കാം. ആവി ഒന്ന് കയറി വന്നോട്ടെ. അത് കഴിയുമ്പോൾ നമുക്കത് ഇളക്കി കുറച്ച് നല്ല വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് ഒരു കറിവേപ്പില തണ്ടും മേളി വെക്കുകയാണെങ്കിൽ കുശാലായി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ട എന്നല്ല, നല്ല ആരോഗ്യപ്രദമായിട്ടുള്ളൊരു ഭക്ഷണം. അതാണ് നമ്മുടെ തൊടിയിൽ നിന്ന് തന്നെ കിട്ടുന്ന വസ്തു, യാതൊരു പ്രിസർവേറ്റീവ്സും ഇല്ലാതെ നമ്മൾ ചെയ്തെടുക്കുന്ന സാധനം. അപ്പോൾ വളരെ ആരോഗ്യപ്രദമായിട്ടുള്ള തോരനൊക്കെയാണ്. അപ്പോൾ ഇങ്ങനത്തെ തോരനൊക്കെ കുട്ടികൾക്ക് കൊടുത്തും ഒക്കെ ശീലിപ്പിക്കുക. നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങുന്ന ബീൻസ്, ബീട്രൂട്ട്, ഇതിനകത്തൊക്കെ എന്തൊക്കെ മായങ്ങളുണ്ടെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ഇത് വളരെ ആരോഗ്യപ്രദമായിട്ടുള്ള നല്ലൊരു തോരനാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. താങ്ക് യു.